നമസ്കാരം. ജോളിവുഡ് ഷോയുടെ ഇന്നത്തെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജോളിവുഡിൽ ഇനി ഫിലിം മേക്കിംഗ് ആണ്. ഇന്നത്തെ ഫിലിം മേക്കിംഗിൽ അഭിനയിക്കാൻ വരുന്ന കലാകാരി ആരാണ് നമുക്ക് നോക്കാം. സ്വാഗതം ചെയ്യാം സ്വപ്ന. ഹായ് സ്വപ്ന. സ്വപ്ന കറുകച്ചാലാണ് സ്ഥലം. കറുകച്ചാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരിയാണ്. സ്വപ്ന ഒരു നല്ല നർത്തകിയാണ്. കലാമണ്ഡലത്തിലാണ് പഠിച്ചല്ലേ? എത്ര വർഷം ഉണ്ടായിരുന്നു? 4 വർഷം. ഇപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പഠിപ്പിക്കുന്നുണ്ടോ കുട്ടികളെ? പഠിപ്പിക്കുന്നുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഡാൻസ് മാത്രമേ ഉള്ളൂ അതോ അഭിനയ രംഗത്തേക്കൊക്കെ കടന്നിട്ടുണ്ടോ സ്വപ്ന? അഭിനയ രംഗത്തേക്ക് ഇതുവരെ കിടന്നിട്ടില്ല. ആഗ്രഹമുണ്ട്. അപ്പൊ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് നമ്മളെ ജോളിവുഡില് ഈ ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞ സെഗ്മെന്റ് തന്നെ തുടങ്ങിയിരിക്കുന്നത്. അഭിനയ മോഹമുള്ളവരെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കും. എന്നിട്ട് ആ സിനിമയുടെ ട്രailer നമ്മൾ ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് ഇവിടെ കാണിച്ചു തരും. അതും മലയാളമോ തമിഴോ തെലുങ്കോ കന്നഡയോ ഹിന്ദിയോ ഒന്നുമല്ല, ഹോളിവുഡ് സിനിമയിലാണ് ഇവർ അഭിനയിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് സ്വപ്നയുടെ കഴിവ് നമുക്കൊന്ന് കാണണ്ടേ? നർത്തകിയാണെന്ന് പറഞ്ഞു, കലാമണ്ഡലത്തിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരു 2 സ്റ്റെപ്പ് ഡാൻസ് ഒന്ന് കണ്ടാലോ? ഓക്കെ സ്വപ്ന, വളരെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ സ്വപ്നയുടെ ഡാൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നല്ല നർത്തകിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അഭിനയമാണ് അറിയേണ്ടത്. ജീവിതത്തിൽ എന്തിനെങ്കിലും പേടിയുണ്ടോ? എന്താണ് പേടിയുള്ളത്? പാമ്പിനെ പേടിയുണ്ട്, പ്രേതത്തെ പേടിയുണ്ട്. അപ്പൊ കുഴപ്പമാവും. ഈ പാമ്പിനെ പേടിയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ പ്രേതത്തെ പേടിയുണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് കുഴപ്പമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇന്നിവിടെ മേക്ക് ചെയ്യാൻ പോകുന്ന പടത്തിന്റെ പേര് ദി ഗോസ്റ്റ് എന്നാണ്. ഒരു പ്രേതപ്പടമാണ് നമ്മൾ സ്വപ്നയെ വെച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ സ്വപ്നയ്ക്ക് ഒറ്റയ്ക്ക് അഭിനയിക്കാൻ പേടിയുണ്ടോ? ഉണ്ട്. അപ്പോ സ്വപ്നയ്ക്ക് ഒരു കൂട്ട് വേണം അല്ലേ? ശരി, എന്തിനു പോകുന്ന ഒരു കൂട്ടിനെ തന്നാലോ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്വപ്നയ്ക്ക് ഒരു കൂട്ടിന് വേണ്ടി സ്വപ്നയോടൊപ്പം ഒരു കോ ആർട്ടിസ്റ്റിനെ നമ്മളിവിടെ വിളിക്കാൻ പോവുകയാണ്. മിമിക്രി വേദിയിൽ നിരവധി കോമഡി ഷോകളിലൂടെ നമുക്ക് സുപരിചിതയായ ഒരു കലാകാരിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം മായ. ഹായ് മായ. മായക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമ്മുടെ സ്വപ്ന ഇന്ന് ഗോസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ പോവാണ്. ഗോസ്റ്റ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. അപ്പൊ ഭയങ്കര പേടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനും പോകുന്ന ഒരാളെ കൂടെ തരാമെന്ന് പറഞ്ഞിരിക്കണോ. അങ്ങനെയാണ് മായയെ വിളിച്ചിരിക്കുന്നത്. മായ റെഡിയാണല്ലോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ സമയം വഹിക്കുന്നില്ല. നമ്മൾ പടത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. മേക്കിങ്ങിലേക്ക് കടക്കുന്നു. ചലോ. അങ്ങനെ നമ്മുടെ മേക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ചോദിക്കാം ഇവർക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന്. സ്വപ്ന, എന്ത് തോന്നി? സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ശരിയായോ ഇല്ലയോ? നമ്മളിപ്പോ ഗ്രീൻ മാറ്റിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് സംശയം തോന്നി ഇവരെന്താണ് എടുത്തത്, എന്താണ് ഈ കാണിക്കുന്നത്. അതെന്താണെന്നുള്ളത് നമ്മൾ ഉടനെ കാണും. പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പടത്തിന്റെ. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ട്രെയിലർ നമ്മൾ ഇവിടെ വെച്ച് തന്നെ കാണും. അതുവരെ നിങ്ങൾക്ക് കുറച്ചു നേരം അങ്ങോട്ടിരിക്കാം. ഓക്കെ, ചായ. പ്രദീപേ, എന്താ സഞ്ചിയില് തേങ്ങയൊക്കെ ആയിട്ട് എങ്ങോട്ട് പോണു? ഞാൻ ഗണപതി കോവിൽ വരെ പോവാ. എന്താ വിശേഷം? ഒരു 10 തേങ്ങ അടിക്കണം. എന്താ കാര്യം? എന്ത് പറയാനാത്, എന്റെ മോടെ കല്യാണമൊക്കെ ഏതാണ്ട് ഉറപ്പിച്ചു വന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പോഴത്തെ വീട്ടിലെ പ്രഭാകരന്റെ മകനുമായിട്ട് ഇവക്ക് എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ആകെ നാണക്കേടായിപ്പോയി. ഒന്നാമത്തെ കാര്യം അവര് ജാതിയിലൊക്കെ വളരെ താന്നതാണ്. അപ്പൊ എന്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല. അപ്പൊ ഈ ബന്ധം ഒന്ന് ഉടയ്ക്കാൻ വേണ്ടി ഒന്നും വിഘടിക്കാൻ വേണ്ടി ഞാൻ 2 തേങ്ങ അടിക്കാൻ വേണ്ടി പോകും. അപ്പൊ ബന്ധം ഉടക്കാൻ വേണ്ടിയാണ് 10 തേങ്ങ അടിക്കാൻ വേണ്ടി പോണത്. അപ്പൊ വൈകുന്നേരം അടിക്കാൻ പോയാ മതി. അതെന്താ? കാരണം മറ്റേവൻ 100 തേങ്ങയോട്ട് രാവിലെ പോയിട്ടുണ്ട് ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി. അയ്യോ, അപ്പൊ ഞാനെന്ത് ചെയ്യും? അതെ, ഈ ബന്ധം വേർപെടുത്താൻ വേണ്ടി 10 തേങ്ങയും 100 തേങ്ങയും ഉടക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ തേങ്ങ ഉടച്ചാൽ മതി, ബന്ധം വേർപെടും. ഏതമ്പലത്തിൽ? അമ്പലത്തിലല്ല,
അവന്റെ നെറുകം തലയിൽ ഒരൊറ്റ തേങ്ങ അങ്ങോട്ട് ഉടച്ചു കൊടുത്താൽ മതി. അതോടെ അവനും തീരും, അവന്റെ ബന്ധവും തീരും. അത് കൊള്ളാലോ. ഇതൊന്ന് പ്രയോഗിച്ചിട്ട് തന്നെ കാര്യം. ആഹാ. അതെ, എറിയുമ്പോ വലിയ ബലത്തിലൊന്നും എറിയണ്ട കേട്ടോ. എന്റെ ചായ കുടിച്ചതാ. ഇനി എനിക്ക് ശേഷം വരെ എത്താൻ പറ്റുമോ? അയ്യോ സാജ തലക്കെന്ത് പറ്റി? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതെ, അതിനു മുമ്പ് ഞങ്ങൾ കിട്ടേക്കായിരുന്നു. ഞാൻ അതല്ലേ വെച്ചത്, തലയിൽ പാസ് ഒട്ടിച്ചിട്ടില്ല, അതും തോറ്റിന്ന് വെച്ച്. തിയേറ്ററിനകത്ത് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. എന്താണെന്ന് അറിയാൻ വേണ്ടി പ്രൊജക്ടർ ബോക്സിലൂടെ തലൊന്ന് പുറത്തേക്ക് ഇട്ടതാ. പ്രൊജക്ടറിലേക്ക് വന്ന കരിങ്കല്ലായിരുന്നു, ദുബടക്കെട്ടിടിച്ചു. ആര് എന്തിന്? ഫാമിലി എന്റർടൈൻമെന്റ് എന്നായിരുന്നു പടം. പക്ഷെ പടം തുടങ്ങിയപ്പോ മുതൽ പടത്തിനകത്ത് ഭയങ്കര ഒച്ചപ്പാടും തെറിവിളിയും. അത് കണ്ട ഒരു ഫാമിലി എന്നെ അടുത്ത് വന്നിട്ട് ഒടുക്കത്തെ തെറിവിളി. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോയി. പടം ഫാമിലി എന്റർടൈൻമെന്റ് ആണെന്നല്ലേ പറഞ്ഞത്? എന്റർടൈൻമെന്റ് ആയിരുന്നു, പക്ഷെ എന്നെ തെറിവിളിക്കണതും തല്ലണതുമായിരുന്നു ആ ഫാമിലിക്ക് ഒരു എന്റർടൈൻമെന്റ്. അതിനിടയിൽ 2 ചെള്ളക്കുടികൾ കസേര എടുത്തോണ്ട് പോകും. എന്തിന്? അത് അവരുടെ ഒരു എന്റർടൈൻമെന്റ്. ചോദിച്ചു മേടിക്കാറില്ലേ? നേരത്തെ അവരുടെ നിന്ന് വാങ്ങിയിട്ടാണ് അവിടെ വന്നിരുന്നത്. പിന്നെ ഇനി ചോദിക്കാൻ ചെല്ലുമ്പോ ഡോക്ടറെ എന്നെ ഡ്രസ് ചെയ്യണ്ടേ? ഡ്രസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ ഡ്രസ് ചെയ്ത് വീട്ടിൽ പോകുന്നുണ്ടല്ലേ. എന്നിട്ട് അർജന്റായിട്ട് വീട്ടിൽ പോണത്? മാത്യൂസിന്റെ മോന്റെ കല്യാണം. മാത്യൂസിന്റെ മോന്റെ കല്യാണം ഡോക്ടറെ വിളിച്ചില്ലെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞതല്ലേ? അല്ല, അവരുടെ അപകടം വരുമ്പോൾ വിളിച്ചാലും വിളിച്ചില്ലാലും ഞാൻ രക്ഷിക്കണ്ടേ? അല്ല സാജ, ഒരു പടം എത്ര ദിവസം ഓടും ശരിക്കും? നല്ല പടമാണെങ്കിൽ 2 മാസമൊക്കെ ഓടും, മോശം പടമാണെങ്കിൽ അതിൽ കൂടുതൽ ഓടും. അതെന്ത് വർത്താനോടോ? മോശം പടമാണെങ്കിൽ അതിൽ കൂടുതൽ എങ്ങനെ ഓടണത്? പടം മോശമാണെങ്കിൽ കണ്ടിരിക്കുന്ന ആൾക്കാർ എന്നെ ഇട്ട് ഓടിക്കൂലോടൂ. ഇന്നൊരു പടം റിലീസാ. ആണോ? അയ്യോ, എനിക്ക് ഇന്ന് തന്നെ ആ പടം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അല്ല, പക്ഷെ അർജന്റായിട്ട് 2 ഫേഷ്യൽ എനിക്ക് അറ്റൻഡ് ചെയ്യണം. നാളെ കണ്ടാലോ? 2 ദിവസം ഫേഷ്യൽ ചെയ്തില്ലെങ്കിൽ മുഖം മാറാനൊന്നും പോണില്ല. പക്ഷെ പടം ഇന്ന് തന്നെ കണ്ടില്ലെങ്കിൽ ഇന്ന് പടം മാറിപ്പോ. അല്ല സാഞ്ചേട്ടാ, ഞാനൊരു ന്യൂസ് കേട്ടല്ലോ. സാജൻ ചേട്ടന്റെ തിയേറ്റർ സറൗണ്ട് സിസ്റ്റം ആക്കിയത്. ഞാൻ ചോദിക്കായിരിക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ ഇരുന്നപ്പോ ഇങ്ങനെ സറൗണ്ട് ചെയ്ത് സൗണ്ട് പോകണം ഞാൻ കേട്ടായിരുന്നു. സെക്കൻഡ് ഷോ 9:30 കാണാം. അതെ, അത് സറൗണ്ട് സിസ്റ്റം അല്ല. ഈ തിയേറ്ററിനകത്ത് എന്നെ ആൾക്കാർ ഓടിച്ചിട്ടപ്പോ ഞാൻ അയ്യോന്നും പറഞ്ഞ് തിയേറ്ററിനകത്ത് കിടന്ന് ഓടിയതാ. ഹലോ, എപ്പാ? കൊണ്ടുവരാ, ഞാൻ അങ്ങോട്ട് വരാം. ഇടപെടണ്ട. ഓക്കെ, പക്ഷം നടക്കൂല. പവറും എല്ലാം കംപ്ലൈന്റ് ആയോ? പവറൊന്നും പോയിട്ടില്ല, ലൈറ്റും അത്ര കണ്ടില്ലേ. എന്നാ പിന്നെ പ്രൊജക്ടിന് വല്ല കംപ്ലൈന്റ് ഉണ്ടോ? പ്രൊജക്ടറൊന്നും കുഴപ്പമില്ല. പിന്നെ എങ്ങനെയാ ഫസ്റ്റ് ഷോ നടക്കില്ല എന്ന് പറഞ്ഞേ? എവിടെ ഇട്ട് കാണിക്കും? സ്ക്രീനില്. ആ പടം കണ്ടിരുന്ന ആൾക്കാർ ഈ സ്ക്രീനും വലിച്ചുകീറി കൊണ്ടുപോയി. ഇനി വല്ല ഡബിൾ ബിട്ടും കിട്ടുമെന്ന് നോക്കട്ടെ. നമ്മുടെ ദി ഗോസ്റ്റ് എന്ന സിനിമയുടെ ട്രയലർ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കത് കാണാം. അത് കാണുന്നതിന് മുമ്പായിട്ട് അതിൽ അഭിനയിച്ച നമ്മുടെ സ്വപ്നയും മായയും വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നിറഞ്ഞ കൈയ്യടി. സാധാരണ നമ്മൾ അഭിനയിച്ച സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ട്രയലർ വരുമ്പം തൊട്ട് നമുക്ക് ആ ടെൻഷൻ തുടങ്ങും. സിനിമ ഫുള്ളായിട്ടിരുന്ന് കാണുമ്പോഴും ഇതെങ്ങനെയുണ്ടാവും, അഭിനയിച്ചതാണെങ്കിൽ നമുക്കൊരു തോന്നലുണ്ടാവും, ഇതെങ്ങനെയുണ്ടാവും, വിജയിക്കുമോ, നന്നായിരിക്കുമോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ട്രയലർ കാണുന്നതിന് മുമ്പ്? തീർച്ചയായിട്ടും ഉണ്ട്. എന്നാ ടെൻഷൻ വേണ്ട. അപ്പോൾ ഇവർ രണ്ടുപേരും അഭിനയിച്ച ദി ഗോസ്റ്റ് എന്ന സിനിമയുടെ ട്രയലർ നമ്മൾ കാണാൻ പോവുകയാണ്. റെഡി? ഇപ്പൊ എന്ത് തോന്നുന്നു മായ? ഇംഗ്ലീഷ് ഒരു അക്ഷരം അറിയാണ്ട് ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിച്ചതിന്റെ ഒരു നിർവൃതി. അതാണ്, ഒന്നും അറിയാണ്ട് വരുന്നവരെ പോലും നമ്മളിവിടെ ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിപ്പിച്ചു വിടും. അതാണ് ജോളിവുഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇഷ്ടായോ? ഇഷ്ടായി. ഇത് കണ്ടപ്പോ ഒരു മുഴുവൻ സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാന്നൊരു ആഗ്രഹം തോന്നില്ലേ? ഓക്കെ, അപ്പൊ അത് ഉടനെ തന്നെ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ജോളിവുഡ് അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അത് ഉടനെ നടക്കും തോന്നില്ല. അപ്പോ തൽക്കാലം നമുക്ക് ട്രയലർ കൊണ്ട് തൃപ്തിപ്പെടാം. ഇതിപ്പോ ഇവർക്ക് മാത്രമല്ല, ഇങ്ങനെ അഭിനയിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ജോളിവുഡ് ഷോയിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങൾ ഹോളിവുഡ് സിനിമയിൽ അഭിനയിപ്പിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു തരുന്നതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം മായ. താങ്ക് യു. സ്വപ്ന, താങ്ക് യു. ഡോക്ടറെ, അങ്ങോട്ട് പോയി. ഏതനം പാമ്പാ? മൂർഖനോ അണലിയോ രാജപാമ്പാലയോ? പാമ്പ് ഏതിനോ ഏതാ? പാമ്പ് പാമ്പല്ലേ? അതല്ലടോ. ഏതനം പാമ്പ് അതിനകത്ത് കയറിയെന്ന് നോക്കിയിട്ട് വേണ്ടേ അവിടെ അതിനുള്ള മരുന്നെടുത്ത് വെക്കാൻ. ഇപ്പൊ ഇനി ആരെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ഇൻജക്ഷൻ കൊടുക്കണ്ടേ? ഇപ്പൊ അതിനകത്തൊക്കെ ഒരു നീർക്കോലിയാ കയറിപ്പോയെ. ഈ നീർക്കോലി വല്ലവനെയും കടിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ഈ റെസ്റ്റോറന്റ് കൂട്ടണ്ട വരും.
ഏതെങ്കിലും ഒരുത്തരം നീർക്കോലി കഴിച്ചെന്ന് പറഞ്ഞ് എന്റെ റെസ്റ്റോറന്റിനെ പൂട്ടത്. എടോ ഈ നീർക്കോലി കഴിച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യുതി പറയാലേ അത്താഴം മുടക്കാൻ. അത്താഴം മുടക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും റെസ്റ്റോറന്റിൽ കയറി അത്താഴം കഴിക്കാൻ വരും, അപ്പൊ തന്നെ കട പൂട്ടിയാലേ. ശരിയാണല്ലോ, അപ്പൊ അതെനിക്ക് വിനയല്ലേ. പിന്നെ കഴിഞ്ഞ വർഷം എന്റെ പാർലറിൽ ഒരു പാമ്പ് കയറിനേ. അതല്ല, ഈ ഒരു മാസം മുമ്പ് എന്റെ ഡിസ്പെൻസറിയിൽ ഒരു പാമ്പ് കയറി. ഒരു കരിമൂർക്കൻ രോഗി ഇരിക്കുന്ന കസേരയിലേക്ക് വന്ന് ചുരുണ്ടുകൂടി ഇങ്ങനെ ഇരുന്നേച്ച എന്റെ നേരെ ഇങ്ങ് പത്തി പരിച്ച 3 ചീറ്റ. എന്നിട്ട് ഡോക്ടർ എന്ത് ചെയ്തു? ഞാൻ അപ്പൊ തന്നെ തുമ്മലിന്റെ മരുന്ന് സ്പില്ലറിലെടുത്തിട്ട് പാമ്പിന്റെ 2 മൂക്കിലും പീച്ചി ഒഴിച്ചു. പിന്നെ പനിക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്തും കൂടെ പറഞ്ഞു വിട്ടു. പാമ്പ് പോകാൻ നേരത്തെ എന്നെ നേരെ നോക്കിങ്ങനെ. അതെന്താണ്? നന്ദിയുണ്ട് ഡോക്ടറെ. കാര്യം മൂക്കിൽ മരുന്ന് പീച്ചി ഒഴിച്ചേക്കും അല്ലേ. പിന്നെ 3 ദിവസം എന്റെ ഡിസ്പെൻസറി അടച്ചിട്ടുണ്ടായിട്ട് വന്നു. അതെന്ത് പറ്റി? എനിക്ക് പനി. അതെങ്ങനെ? എടോ മിസ്റ്റർ ഷെഫ്, ഈ പാമ്പ് അവിടെ വന്ന് എന്റെ മൂക്കിന് നേരെ ഇരുന്നിട്ടില്ലേ ഇന്ന് ചീച്ചേ. അപ്പൊ എന്റെ അടുക്കളല്ലേ എന്റെ മൂക്കിൽ കയറി. എനിക്ക് പനി പിടിച്ചു. ഞാൻ ആശുപത്രിയിൽ നിന്ന് എഴഞ്ഞാ വീട്ടിൽ പോയ. അത് താൻ എന്നും രാത്രി വീട്ടിലേക്ക് എഴഞ്ഞല്ലേ പോകാറ്? ആട്ടിയതാണോ? അല്ല, തുമ്മല് മാറിയിട്ടില്ല, തുമ്മിയതാ. ഭയങ്കര തുമ്മലായപ്പോഴും. ആരും ഉണ്ടല്ലേട്ടാ, പാമ്പിന്റെ ശൃംഗാരം. ശൃംഗാരമല്ലടി, സീൽക്കാരം. നിനക്ക് ഈ ശൃംഗാരത്തെ കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ. ഇത് പാമ്പിന്റെ ശബ്ദ. ഇത് പാമ്പ് ചീറ്റുന്ന എവിടെ? സംഗതി ഇതിനകത്തുണ്ട്. തിയേറ്ററിന്റെ പുറകിൽ കൂടി പാമ്പ് വന്നിട്ട് തന്റെ റെസ്റ്റോറന്റിനകത്ത് കയറിയിട്ടുണ്ട്. എന്റെ ഒരു പാമ്പിനെ വേറൊരു പാമ്പിനെ കണ്ടുകൂടാ എന്ന് പറഞ്ഞത് ഇതാ. ശ്രദ്ധിച്ചാ? സൂക്ഷിച്ചു കേട്ടാ. നോക്കണേ, 8 അടി മൂർഖനാണെങ്കിൽ 8 അടി ഷെഫെ വടി കൊണ്ട് നോക്ക. അടുക്കല്ലേ പാമ്പ്. അത് പാമ്പിന്റെ ചീച്ചലൊന്നും അല്ല, പ്രഷർ കുക്കറിന്റെ വിസിലടിക്കണമെന്ന് മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞു. നിങ്ങൾ ഈ കാര്യത്തിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കണം. ഇതിനകത്തോട്ട് കയറിയിരിക്കുന്ന പാമ്പാ, അല്ലാതെ ചേമ്പല്ല. എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് അല്ല വടിയോ വാളോ ഉലക്കൊണ്ട് തല്ലിക്കൊല്ലാനുള്ള പരിപാടി നോക്ക. എന്താണ്? അപ്പൊ സാർ അറിഞ്ഞില്ലേ എന്ത്? തിയേറ്ററിനകത്ത് പാമ്പ് കയറി? അതൊക്കെ ഞാൻ അറിഞ്ഞു. ആദ്യം അവൻ എന്റെ സ്റ്റേഷനകത്ത് കയറിയിട്ട് എന്റെ നേരെ 10 വീട് എടുത്തണം. കൊനിച്ച് നിർത്തി 4 കൊടുത്തിട്ട് പൊക്കോളെന്ന് പറഞ്ഞുവിടായിരുന്നു. സാറ് ഏത് പാമ്പിന്റെ കാര്യം പറഞ്ഞു? പാമ്പുരാഘവൻ. പാമ്പുരാഘവനല്ല, ഒറിജിനൽ പാമ്പ്. എവിടെ സാറ് എന്തെങ്കിലും ഒരു മാർഗം കാണും സാറേ. പേടിക്കണ്ട. ഞാനേ വാവനെ വിളിക്കാം. പിള്ളേരൊക്കെ വിളിച്ചാണോ പാമ്പിനെ പിടിക്കാൻ പോണത്? ഇവിടെ ഉണ്ണാവാവനെ വിളിക്കണ കാര്യമല്ല പറഞ്ഞത്. പാമ്പിനെ പിടിക്കണ വാവ സുമേഷ്. വാവ സുമേഷിനെ വിളിക്കാം സാറേ. എടുത്തില്ലെങ്കിൽ എനിക്കായിട്ട് ഞാൻ സംസാരിക്കാം. അയ്യോ, വാവ സുമേഷ് അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. അതെയോ? മൂർഖനും പാമ്പിനെയല്ലേ? അതിനൊന്നും ചെയ്യണ്ട, ഞാൻ വന്നിട്ട് പിടിച്ചോളാം. ഞാനിപ്പോ ഇവിടെ ജോളിവുഡിൽ ഒരു പാമ്പ് കയറിയിരിക്കുന്നു. ശരി ഓക്കെ. സുമേഷേ, വാവാ, ഞാനാ വിളിച്ചത്. ഈ പാമ്പിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. പാമ്പെന്ന് പറഞ്ഞാൽ ഒരു നിരുപദ്രവകാര ജീവിയാണ്. കഴിച്ചാൽ ചത്തു പോകുന്നേ ഉള്ളൂ. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1008 ഇനങ്ങളിലായി 3008 വനങ്ങളുള്ള പാമ്പുകളാണുള്ളത്. പിന്നെ ഈ പാമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ മുഖത്തോക്കി ചീറ്റുന്നതല്ല. നമ്മളെ കാണുമ്പോൾ പേടിച്ചിട്ട് അത് ശ്വാസം വിടുന്നതാണ്. പാമ്പിനെ കുറിച്ച് ക്ലാസ് എടുക്കാനല്ല ഞാൻ സുമേഷിനെ വിളിച്ചേക്കണത്. പാമ്പിനെ പിടിക്ക്. എവിടെ പാമ്പ്? തിയേറ്ററിനകത്ത്. ആ തിയേറ്ററിനകത്തല്ല, സിനിമാ തിയേറ്ററിനകത്ത്. അകത്ത് കിടക്കണ പാമ്പിനെ ഒന്ന് പിടിച്ച് പുറത്തേക്ക് കിട്ടാൻ മാത്രമേ എനിക്ക് അകത്തെ കാളെ കയറ്റി ഷോ കയറ്റാൻ പറ്റുള്ളൂ. പോലെ ആള് കൂടിയ പാമ്പ് ചാവൂല, പുള്ളിക്കറിയാം. വന്നപ്പോഴേ മണുത്ത് പോയത് കണ്ട. നാളത്തെ അകത്തൊക്കെ പാമ്പ് കയറി നല്ല മുഴുത്തേനോ വെള്ളിക്കെട്ടനാണോ എന്നൊരു സംശയം. വലിയൊരു കെട്ടുണ്ടായത്. പാമ്പിന്റെ കൈ വാച്ച്. അയ്യോ, ടൈം നോക്കി കൊത്താനായിരിക്കും. എന്റെ ബാവേ, അത് പാമ്പിന്റെ മാളല്ല, ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറാണ്. അകത്ത് പിടിക്കണോണ്ട് കൈ പിടിച്ച് വലിച്ചിട്ട് വെള്ളിക്കെട്ടാണ് വള്ളി കളിച്ചോടെന്ന് പറഞ്ഞിരിക്കണേ. ഇവിടെ അല്ല പാമ്പ്, തിയേറ്ററിനകത്താണ് പാമ്പ്. അത് പറയണ്ടേ? കുട്ടം കളിക്കണേ ഇവിടെ കിടന്നു. അവിടെ അകത്തേന്ന് അതിനെ പിടിക്കാൻ. അത് പാമ്പ് ചീറ്റിയതല്ല, ഇയാള് മൂക്ക് ചീറ്റിയതാണ്. ഒന്ന് കൂടെ കളയടോ. തുറന്നു വിട്ടാൽ നമ്മളെ വല്ലതും ഒന്ന് ചെയ്തോളാം. ശരിയാ. അതെ, എനിക്കൊരു സംശയം, ഇനി അതിനകത്താണോ പാമ്പ്?
ഞാൻ കുറെ നേരമായില്ലേ ഈ പാമ്പിനെ പിടിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ഇവിടെ വന്ന് കൂടിയിട്ട്. ഇനി എന്റെ ഡിസ്പെൻസറിയിലെങ്ങാനും കയറിയിരിപ്പുണ്ടോ? അതൊരിക്കലും ചേരൂല. ഇഴജന്തുക്കളാണെങ്കിലും ജീവനിൽ പേടിയുണ്ടാവില്ലേ? അതെ അതെ അതെ, അത് കറക്റ്റാ. കഴിഞ്ഞ ദിവസം ഒരാൾ നിസ്സാര പനിയായിട്ട് ഇവിടെ വന്നിട്ട് പുള്ളി ചികിത്സിച്ച അവസാനം ഡെങ്കിപ്പനി, എലിപ്പനി, മലമ്പനി, അവസാനം ഡെഡ് ബോഡി ആയിട്ടാ ആ പുള്ളി ഇവിടുന്ന് പോയത്. ആ കേസ് ഒതുക്കി തീർത്തത് ഞാൻ അറിയാം. അത് ചെറുതായിട്ടൊന്ന് മരുന്ന് മാറിപ്പോയല്ലേ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്നെ ചമ്മിക്കാതെ ഈ പാമ്പിനെ ഒന്ന് പിടിക്കാൻ നോക്കുന്നേ. പാമ്പിനെ പിടിക്കാൻ ആള് പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അയ്യോ എന്താണ്? എല്ലാവർക്കും പാമ്പായല്ല. അയ്യോ എന്താ കണ്ട പാമ്പിനെ കണ്ട? എന്താ പാമ്പ് അവിടെ അവിടെ പാമ്പ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. ഒരടി കൂടി വെച്ചിരുന്നെങ്കിൽ എന്നെ കടിച്ചേനെ. അത്രേ ഉള്ളൂ. അയ്യോ ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാ. ബാനേ, അയ്യോ ഞാൻ ഇതൊക്കെ രസമല്ല. ഞാൻ പാമ്പിനെ കാണിച്ചില്ല. ബാനേ ചെല്ലണ്ടേ? ഒറ്റക്ക് പിടിച്ചാ മതി. വേണ്ട, ചെല്ല് ചെല്ല്. പാമ്പിനെ കാണായിരുന്നു. വാവ പോയി നോക്കിയേ. അയാൾക്കിത് പുള്ളകളിയാ, നമുക്കിത് എന്ത് വേദനയാ. കണ്ട, പേടിക്കണ്ട, കരയണ്ട. പുഷ്പം പോലെ പിടിച്ചോണ്ട് വരും. പിന്നെ ഒരു പേടിയില്ലാത്ത മനുഷ്യൻ. പിന്നെ പേടിക്കണ എന്തിനാ? പിടിച്ചു കൊണ്ടുവന്നില്ലേ? ഇതാണോ പാമ്പ്? അത് തിരുപ്പതിയല്ലേ? തിരുപ്പനിയല്ല, തിരുപ്പൻ. തെറ്റിപ്പോയി അല്ലേ? കേട്ടോ, ഞാൻ അതിനെ ഒരു ഉന്നത്തിന് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. ആ സമയത്താ അതിനകത്ത് എന്നിട്ട് നമ്മുടെ പാമ്പിനെ ഒന്ന് പിടിക്കും. അങ്ങോട്ട് പോകണ്ട, ഉന്നം തെറ്റിക്കണ്ട, പുള്ളി പിടിച്ചോളും. പുള്ളിക്ക് ഒരു പേടിയില്ല. സംഭവം ഞാൻ നോക്കുമ്പോണ്ടല്ലോ ബാൽക്കണി കിടക്കുകയായിരുന്നു. ടിക്കറ്റ് എടുക്കാതെയോ? ടിക്കറ്റോ പാമ്പിനോ? എന്നാലും പിടിച്ചല്ല. മുറുക്കാൻ പിടിച്ചോ? വിടല്ലേ, ഇനി വിടല്ലേ, ഇനി വിട്ട് അപകടം ഉണ്ടാകരുത്. അയ്യോ ബാഗിലിടണ. പേടിയില്ല. സിമ്പിള് സിമ്പിള് സിമ്പിട്ടെ. അതല്ല ഈസി പിട്. എന്തോ കെട്ടനാ. അയ്യോ സമാധാനമായി. എന്റെ സുമേഷേ, സന്തോഷമുണ്ട് കേട്ടോ. സന്തോഷം മാത്രമേ ഉള്ളൂ. അതല്ല, ചെറിയൊരു സന്തോഷം കൂടി ഉണ്ട്. പാരിതോഷികം കൊടുക്കതാറേ. താങ്ക് യു. അപ്പൊ ഇനി ഇതുപോലെ പാമ്പ് കയറുകയാണെങ്കിൽ വിളിക്കണം. സന്തോഷത്തിന് റെസ്റ്റോറന്റിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോവാം. അപ്പൊ എന്റെ സന്തോഷം പോകത്തില്ലേ? ശരി, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആയല്ലോ. ഇനി ആരും പേടിക്കണ്ട. തക്ക സമയത്ത് സാറ് വന്നതുകൊണ്ട് എനിക്കൊരു മനസ്സമാധാനം കിട്ടി. ഈ നന്ദി ഞാൻ ഒരിക്കലും മറന്നാലും ഇനി സമാധാനത്തിൽ എനിക്ക് ഉണ്ടമ്പരി വിടുക. പാമ്പേത് പാമ്പാടെ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരാൾ വിളിച്ച് അകത്ത് കയറ്റാൻ. ഓ എനിക്കറിയാം. ഇപ്പൊ ഞാനും കൂടി ഇല്ലായിരുന്നെങ്കില. അങ്ങനെ മനസമാധാനത്തോടെ ഒറ്റക്കിരുന്നൊരു ഷോ കണ്ടിട്ട് എത്ര നാളായി. പാമ്പ് 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 എവിടാ? പുട്ടുകൊടത്തി പാമ്പ്. അയ്യോ അയ്യോ, എന്താണ് ലോക്കപ്പി പാമ്പ്? എന്റെ ദൈവമേ, നേരത്തെ ഇടിച്ചുവിട്ട പാമ്പ് അടിച്ചു പൂച്ച. എന്താണ് സത്യമാണോ? എടി പാമ്പ് ഏത് പാമ്പാടെ ഏതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം വരെ. നേരത്തെ തിരുപ്പം കിട്ടിയതാണ്. ആട്ടമുണ്ടോ? അനക്കമുണ്ടോ? ചീറ്റുന്നുണ്ടോ? പാമ്പ് അവിടെ പാമ്പ്. രോഗിയുടെ കഴുത്ത പാമ്പ് വെച്ച് കിടക്കുന്നു. രോഗിയാണോ അത് ദേവനാണോ എന്ന് ആദ്യം നോക്കിയിട്ട് വാ ഡോക്ടറെ. എല്ലാവരും വീട്ടിൽ ഒരുമിച്ചാണ് പാമ്പ്. ബാബേനെ വിളിച്ചാലേ. ബാബനെ വിളി. ബാബേ മൊത്തത്തിൽ പാമ്പ് കയറി. അവിടെയും പാമ്പ്, ഇവിടെയും പാമ്പ്, എല്ലായിടത്തും പാമ്പ്. ആണോ? എന്റെ ഡിസ്പെൻസറിയും പാമ്പ്. നാലെടുത്ത് പാമ്പ് കയറിയോ? ഞാൻ നിങ്ങളെ എത്ര പാമ്പിനെയാ കാണിച്ചേ? ഒരെണ്ണം. ആ, അപ്പൊ കറക്റ്റാ. ഞാനേ ആ പാമ്പിനെ ഇടാൻ വേണ്ടി ബാഗ് തുറന്നപ്പോ എന്റെ ഒരു 4 പാമ്പ് മിസ്സാ.